ഇറാന്റെ കാല് പിടിച്ച് അമേരിക്ക. ട്രംപിന്റെ ഭീഷണി, ഇറാൻ വെടിവെച്ചിട്ടു. അമേരിക്ക ചർച്ചയ്ക്കായി കെഞ്ചുന്നുവെന്ന് അറഗച്ച്. ഇറാന്റെ കാല് പിടിച്ച് അമേരിക്ക കെഞ്ചുകയാണ് യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി. ഇറാൻ പക്ഷേ ഒന്നിനും സമ്മതം മൂടുന്നില്ല. ഉപരോധ ഭീഷണി മുഴക്കിയ അമേരിക്കയുടെ ട്രംപിനെ ഇറാൻ വെടിവെച്ചിട്ടു. ഇറാൻ വിമാന കമ്പനികളുമായി സഹകരിക്കുന്നവരെ ഉപരോധിക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ വേണ്ട നടപടിയെടുക്കണമെന്ന് ലോകരാജ്യങ്ങളിലെ സർക്കാരുകൾ ശ്രദ്ധിക്കണമെന്ന് ട്രംപ് പറയുന്നു. വിമാന ഇന്ധനം, കാറ്ററിംഗ്, ലാൻഡിംഗ് ഫീസ്, അറ്റകുറ്റപ്പണികൾ തുടങ്ങി ഒരു കാര്യത്തിലും ഇറാന്റെ വിമാന കമ്പനികളുമായി സഹകരണം പാടില്ല എന്ന് പറയപ്പെടുന്നു. ഉപരോധ ഭീഷണി. ഈ ഉപരോധ ഭീഷണി മുഴക്കുന്ന അമേരിക്കയെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇറാൻ. സത്യത്തിൽ അമേരിക്ക ചർച്ചയ്ക്കായി കെഞ്ചുന്നുവെന്നാണ് അറഗാച്ചിയുടെ വാദം. ഇറാൻ പ്രസിഡന്റിന്റെ റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെ ഇറാനെതിരെ പുതിയ ഉപരോധ നീക്കവുമായിട്ട് അമേരിക്ക എത്തുന്നു. ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കുവാൻ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ വജ്രായുധം പുറത്തെടുത്തു കഴിഞ്ഞു. ഇറാന്റെ വിമാന കമ്പനികൾക്കും ഉപരോധം ശക്തമാക്കുകയാണ് അമേരിക്ക. ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്ന രാജ്യങ്ങൾക്കും കമ്പനികൾക്കുമെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായിട്ട് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് രംഗത്തെത്തിയതോടെ പോരുമുറുകയാണ്. ഇതോടെ യുദ്ധം അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ. അമേരിക്കയുടെ നീക്കം വളരെ വ്യക്തമാണ്. ഇറാന്റെ വിമാന കമ്പനികളെ ആകാശത്ത് തളച്ചിടുക. വിമാന ഇന്ധനം, കാറ്ററിംഗ്, ലാൻഡിംഗ് ഫീസ്, അറ്റകുറ്റപ്പണികൾ തുടങ്ങി ഒരു കാര്യത്തിലും ഇറാനുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്നാണ് ലോകരാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ഇറാൻ വ്യവസായങ്ങളുമായി ബന്ധപ്പെടുന്ന മൂന്നാമതൊരാൾക്കെതിരെ പോലും ഉപരോധമുണ്ടാകും. പരമാവധി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി ഇറാനെ മുട്ടുകുത്തിക്കുകയാണ് ലക്ഷ്യം. എക്സിലൂടെയാണ് ബെസന്റ് ഈ കടുത്ത ഭീഷണിയൊക്കെ മുഴക്കിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയവുമാണ്. അപ്പോൾ ഇറാനെതിരെ പരമാവധി സാമ്പത്തിക സമ്മർദ്ദം US ട്രഷറി ചുമത്തും. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചയ്ക്കായിട്ട് US അപേക്ഷിക്കുകയാണ് എന്നും അപേക്ഷ പരിഗണിക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗച്ചി പറയുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാൻ US കഴിഞ്ഞിട്ടില്ല എന്നുകൂടി അറഗച്ചി പരിഹസിക്കുകയാണ്. ലോകത്തിലെ വലിയ സൂപ്പർ പവറിനെയാണ് ഇറാൻ എതിർത്ത് നിന്നത്. അവർ ഇതിൽ ഒരു ലക്ഷ്യം പോലും നേടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവർ ചർച്ചയ്ക്കായിട്ട് ഇങ്ങനെ അപേക്ഷിക്കുന്നതും കാല് പിടിക്കുന്നതും. അത് ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറഗച്ചി റഷ്യയിലെത്തിയപ്പോൾ അവിടുത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള ചർച്ചകൾക്കായിട്ടാണ് അറഗച്ചിയും സംഘവും സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തിയത്. പാകിസ്ഥാൻ, ഒമാൻ സന്ദർശനങ്ങൾ അറഗച്ചി പൂർത്തിയാക്കിയിരുന്നു. സ്ഥിരവും ശക്തവുമായിട്ടുള്ള സംവിധാനമാണ് ഇറാന്റേത് എന്ന് പുടിനുമായിട്ടുള്ള ചർച്ചയിൽ അറഗച്ചി തുറന്നു പറഞ്ഞു. റഷ്യ ഇറാനൊപ്പം നിന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെയും മേഖലയുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുമായിട്ട് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുടിൻ ഇറാൻ ഉറപ്പ് നൽകുകയും ചെയ്തു. ഇറാൻ ജനത നിലവിൽ പ്രയാസകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പുടിൻ നിരീക്ഷിച്ചു. എന്നാൽ രാജ്യം ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്നും എത്രയും വേഗം സമാധാനം പുലരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അയച്ച സന്ദേശത്തിന് പുടിൻ നന്ദി അറിയിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധം കൂടുതൽ കരുത്തോടെ തുടരാനാണ് മോസ്കോ ആഗ്രഹിക്കുന്നത് എന്നുകൂടി പുടിൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തിനായിട്ട് റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പുടിൻ പറഞ്ഞതായിട്ട് ഇറാൻ സർക്കാർ തന്നെ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം റഷ്യയിലെത്തിയ അബ്ബാസ് അറഗച്ചി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള കൂടിയാലോചനകളുടെ പ്രാധാന്യം എടുത്തു പറയുകയാണ്. അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞുവെന്നും രാജ്യം സുസ്ഥിരമായിട്ടുള്ള നിലയിലാണ് എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. റഷ്യ ഇറാന്റെ പക്ഷത്ത് ഉറച്ചു നിന്നുവെന്ന് കൂടി പറയുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ US കൈമാറിയിരുന്നു. ആക്രമണം അവസാനിപ്പിച്ചാൽ ഹോർമൂസ് കടലിടക്ക് തുറക്കാമെന്നായിരുന്നു ഇറാന്റെ ഓഫർ. ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ വരുമ്പോൾ എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കുക? ഇവിടെ ഇറാന്റെ കാല് പിടിച്ച് അമേരിക്ക വീണ്ടും കെഞ്ചുന്നത് യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ അത് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള വെറുപ്പ് വരെ സമ്പാദിക്കേണ്ടി വരും ട്രംപിനും അമേരിക്കയ്ക്കും. മാത്രമല്ല, ട്രംപ് പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ട്രംപിന്റെ ഭീഷണിക്കൊക്കെ പുല്ലുവില കൽപ്പിക്കുകയാണ് ഇറാൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലേ, ഇറാന്റെ ഭീഷണിയെ ഇറാൻ വെടിവെച്ചിടുകയാണ്. അത്തരത്തിൽ തരംതാണ സമീപനം സ്വീകരിക്കുന്ന ട്രംപ് ലോകത്തിന് മുന്നിൽ നാണം കെടുകയാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് കൈ കഴുകി രക്ഷപ്പെടുവാൻ അമേരിക്ക ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ട്രംപ് ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന് പക്ഷേ ഇറാൻ ഒരു പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളത്.